ഇന്നൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. അതെങ്ങനെ വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് 1.5 കിലോ ചിക്കൻ മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങളിലേക്ക് മസാലയൊക്കെ നല്ലപോലെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കാം. ഇതിലേക്ക് 2 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, 1 പിടി മല്ലിയില അരിഞ്ഞത്, 1 പിടി പുതിനയില അരിഞ്ഞത്, 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ചെറുജീരകം ചതച്ചത്, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 4 മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് കൈകൊണ്ട് ഇതുപോലെ പൊടിച്ചെടുത്തത്. 3 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 1 നാരങ്ങയുടെ നീര്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് ആകുമ്പം ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കൂടി തുറന്ന് വെച്ച് ചിക്കൻ കഷ്ണങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വെള്ളം വറ്റുന്നോടെ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം റൈസ് ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് 2 കറുകപ്പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, 6 കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. 1.5 കിലോ ചിക്കന് 1 കിലോ റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. റൈസ് റെഡിയായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം. ഇപ്പോൾ പാകത്തിന് ഗ്രേവിയൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയാണ് റൈസ് ലെയർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. റൈസ് ഏകദേശം 80% വെന്ത് റെഡിയാകുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇതുപോലെ ലെയർ ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ലെയർ റൈസിൻ്റെ മേലെ നടുവേ ചെറുതായിട്ട് കീറിയ പച്ചമുളക് ഇതുപോലെ വെച്ച് കൊടുക്കാം. കൂടെ 1 മാഗി ക്യൂബ്സ് പൊടിച്ചതിൻ്റെ പകുതി വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 നാരങ്ങ കഷ്ണങ്ങളാക്കിയത് ഇതുപോലെ നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലെയർ ചെയ്യാൻ വെക്കാം. ബാക്കിയുള്ള റൈസും ഇട്ട് കൊടുത്തതിന് ശേഷം സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഏകദേശം 50 മിനിറ്റ്സ് ആണ് വെച്ചിരുന്നത്. അപ്പം നല്ലപോലെ ആവിയൊക്കെ കയറി നല്ലപോലെ ഫ്ലേവറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. മന്തിയോടൊപ്പം കഴിക്കാനുള്ള സാലഡ് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ചോപ്പറിലേക്ക് 2 ടൊമാറ്റോ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. കൂടെ പകുതി സവാള അരിഞ്ഞതും, 2 പച്ചമുളകും, 2 അല്ലി വെളുത്തുള്ളിയും, 1 പിടി മല്ലിയിലയും, 1/2 ടീസ്പൂൺ ചെറുജീരകവും, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. എന്നിട്ടിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അവസാനമായി 1/2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സാലഡ് ചിക്കൻ മന്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എന്നാൽ രുചിയിൽ ഒരു കുറവും വരാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്.